നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു ഹാഫ് ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 6 hours വിത്തൗട്ട് നിങ്ങളുടെ ഫോൺ നോക്കാതെ 6 hours എത്ര പേർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും? സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ മറന്നു പോകുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ടാലൻസ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ 2 hours ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഒരു ഫ്ലോയിൽ അവരെന്ത് ചെയ്യും, ഈ ഒരു റീൽസിലേക്ക് അങ്ങോട്ട് ഇരിക്കും. അത് കഴിഞ്ഞ് ഈ ആഫ്റ്റർ 2 hours ദേ റിഗ്രറ്റ്, 2 hours വെറുതെ പോയി. ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, സോഷ്യൽ അവോയ്ഡൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആൻഡ് ഈവൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഇല്ലെങ്കിൽ പോലും നമ്മളും ഈ കമ്പൽസീവ് ബിഹേവിയറിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഹായ് എവരിവൺ. നമുക്ക് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് നമ്മൾ കരുതുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ പോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയാസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോണിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫോൺ ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമേ ഉള്ളൂ. ഇപ്പോഴത്തെ യങ് ജനറേഷനിലുള്ള കുട്ടികൾക്ക് വരെ ഇപ്പോൾ കോവിഡും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലുള്ള ഒരു ഗാഡ്ജറ്റ് ആണ് ഈ ഫോൺ എന്ന് പറയുന്നത്. ഈ മൊബൈൽ ഫോൺ തന്നെ നമുക്ക് നമ്മളെ പല ഇൻസെക്യൂരിറ്റീസിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഫോമോ എന്നുള്ള വേർഡ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നാണ് അതിനെ പറയുക. അതായത് ഞാൻ ഇറലവൻ്റ് ആയി പോകുമോ അല്ലെങ്കിൽ ഞാൻ റെലവൻസിന്ന് മാറിപ്പോകുമോ എന്നുള്ളൊരു പേടിയാണത്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫോമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി പേര് സോഷ്യൽ മീഡിയ അഡിക്ഷനിലേക്ക് പോകാൻ ഒരു കാരണമാകുന്നത് ഈ ഫോമോ ആണ്. നിങ്ങളിപ്പോൾ റീൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഏതൊരു വ്യക്തിനെ നിങ്ങൾക്ക് അറിയുന്ന, ഈവൻ നമ്മളെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയസിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടാണ് വെക്കുന്നത്. ഫോട്ടോസ് കൊണ്ടായിരിക്കാം, നമ്മളൊരു ട്രാവൽ ചെയ്ത കാര്യമായിരിക്കാം, നമ്മൾ ഫുഡ് കഴിച്ച കാര്യമായിരിക്കാം, എവറിത്തിങ്. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ നമ്മൾ റിവീൽ ചെയ്യാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു തോന്നലുണ്ട്, ഓക്കെ ഞാൻ അവിടെ വാലിഡേറ്റ് അല്ലാതെ ആയി പോകുകയാണ്, ഞാൻ ആ ഒരു ഗ്യാങ്ങിലല്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ അപ് ടു ഡേറ്റ് അല്ല എന്ന് എല്ലാവരും ചിന്തിക്കും. ദാറ്റ് ഈസ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഞാൻ അങ്ങനെ ആയി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിനെ ഞാൻ റിവീൽ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സോ അവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. പണ്ട് കാലത്ത് പ്രൈവസി അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കണ്ടിരുന്ന പല ഫാക്ടേഴ്സ് ഇപ്പോൾ പബ്ലിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു തരത്തിൽ ആൾക്കാർക്കൊരു എസ്റ്റീം, അവരുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കാം. കാരണം എത്രമാത്രം നമുക്ക് പേഴ്സണൽ ലൈഫ് ഈ പബ്ലിക്കിനോട് റിവീൽ ചെയ്യാൻ പറ്റും? അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടോ? ഒരു ബൗണ്ടറി ഉണ്ടോ? നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാനത് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി വിട്ടു തരുവാണ്. ഇനി ഫോമോ പോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഫാക്ടറാണ് സോഷ്യൽ അവോയ്ഡൻസ്. എത്ര പേര് ആ വാക്ക് പരിചിതമാണെന്ന് എനിക്കറിയില്ല. സൈക്കോളജി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് എന്നൊക്കെയുള്ള പേഴ്സണാലിറ്റീസ്. അതിൽ ഇൻട്രോവേർട്ട് കാറ്റഗറി ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില ആൾക്കാരുണ്ട്, ഇപ്പം നമുക്കറിയുന്ന ആൾക്കാർ തന്നെ നമ്മൾ പറയും നേരിട്ട് അവരൊന്നും സംസാരിക്കില്ല, പക്ഷേ മെസ്സേജിൽ കൂടെ എത്ര വേണമെങ്കിലും സംസാരിക്കുന്നു. ദ പോയിന്റ് ഈസ് മേ ബി ഒരു ഫിയർ ആയിരിക്കാം അവരത് പ്രോപ്പർ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അവരെ നയിക്കാത്തത്. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആഫ്റ്റർ കോവിഡിന് ശേഷം ഈ ഒരു സോഷ്യൽ അവോയ്ഡൻസിന് ഒരു എയ്ഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ. അതായത് ഡയറക്റ്റ് സംസാരിക്കുന്നില്ല, പകരം ഐ പ്രിഫർ ടു ചാറ്റ് വിത്ത് സംബഡി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 2 ഫാക്ടേഴ്സ് നമ്മളെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ അഡിക്ഷനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് അഡിക്ഷൻ ഒത്തിരി പേർക്ക് ഉണ്ടെന്നറിയാം. അഡിക്ഷൻ അല്ലാതെ നമ്മളെല്ലാവരും കടന്നു പോകുന്ന വേറൊരു കാര്യമുണ്ട്, കമ്പൽഷൻ എന്ന് പറയും. കമ്പൽഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റേറ്റീവ് യൂസേജ് ആണ്, കമ്പൽസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ, ഇപ്പം എൻ്റെ കയ്യിലില്ല, ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യും, നോട്ടിഫിക്കേഷൻ വന്നോ, ഏതിൽ നിന്നൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു, വാട്സപ്പിൽ നിന്ന് വന്നു, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നു. ഇനി ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര എനിക്ക് ലൈക്സ് വന്നു, എത്ര കമന്റ്സ് വന്നു, ഞാൻ ഇടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ദിസ് ഫ്രീക്വന്റ് ചെക്കിംഗ് ഈസ് ലീഡ് ടു കമ്പൽസീവ് ബിഹേവിയർ, കമ്പൽസീവ് റിച്വൽസ് അതിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് കാണുന്നുണ്ട്. റീൽസ് കാണുമ്പോഴത്തേക്ക് പലരും, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും അതനുസരിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അതെന്തിനാ? നമ്മളൊരു വാലിഡേഷൻ, മറ്റുള്ളവരിൽ നിന്നൊരു വാലിഡേഷൻ ആഗ്രഹിക്കുകയാണ്. നമ്മളും ആ ട്രെൻഡിൻ്റെ ഒപ്പം തന്നെ പോകുന്നുണ്ടെന്നുള്ളത്. സോ ഇനി ഇതും അല്ലാതെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു ഹാഫ് ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 6 hours വിത്തൗട്ട് നിങ്ങളുടെ ഫോൺ നോക്കാതെ 6 hours എത്ര പേർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും? ചിലർ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, ഐ അഗ്രി. പക്ഷേ ഇനി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നവർക്ക് മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഡിസ്ട്രെസ് ഫീൽ ആകുന്നുണ്ടാവും. അതായത് എനിക്ക് ഓൺലൈനിൽ എൻഗേജ്ഡ് ആകാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തിട്ടൊരു ഒരു കൈൻഡ് ഓഫ് ഡിസ്ട്രെസ്. ആ ഡിസ്ട്രെസ് കാണിക്കുന്നത് നിങ്ങളുടെ കമ്പൽസീവ് ബിഹേവിയറിനെയാണ്. സോ ഈ കമ്പൽസീവ് ബിഹേവിയർ ഫ്യൂച്ചറിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ മൊബൈൽ അഡിക്ഷനുള്ളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ രസകരമായിട്ട് ഈ കമ്പൽസീവ് ബിഹേവിയറിനെ കുറിച്ചൊക്കെ എനിക്ക് ചിന്തിക്കാനായിട്ട് ഇടയായി തരുന്നത്. ഫോണിൽ സാധാരണ ഞാൻ കമ്പൽഷൻ കേട്ടിട്ടുള്ളതെല്ലാം ഒബ്സസീവ് OCD റിലേറ്റ് ചെയ്ത് വൃത്തി ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഡോർ ലോക്ക്ഡ് ആണോ, ഗ്യാസ് ഓഫ് ചെയ്തോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് അല്ല, പക്ഷെ ഐ ഹാവ് ദിസ് കമ്പൽസീവ് ബിഹേവിയർ. ഇതിന് അഡിക്ഷൻ വേണമെന്ന് നിർബന്ധമില്ല. ഫോൺ യൂസ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും കമ്പൽസീവ് ബിഹേവിയർ ആണ്, അതിലേക്ക് എത്തുന്നുണ്ട്. ദാറ്റ് ഇസ് ഒരു ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് അതാണ്. ഇനി ഒരു ക്വിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്നോട് ഇന്നും കൂടി ഒരു കുട്ടി ചോദിച്ച കാര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫോൺ എടുത്ത് എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കും, ഓട്ടോമാറ്റിക്കലി ഞാൻ റീൽസ് കാണും. റീൽസ് കണ്ട് ടൈം പോണത് അറിയില്ല. പിന്നെ ഫോൺ എടുത്ത് വെക്കുമ്പോഴായിരിക്കും ഞാൻ ഇന്നതിനായിരുന്നല്ലോ ഫോൺ എടുത്തേന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. സോ അതെങ്ങനെ ഓവർകം ചെയ്യാം? അതിനെ ഓവർകം ചെയ്യാന്ന് പറയുന്നത് വി ക്യാൻ പ്രയോറിറ്റൈസ് ടാസ്ക്. വാട്ട് ഈസ് അർജന്റ്, വാട്ട് ഈസ് ഇമ്മീഡിയറ്റ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് പ്ലസ് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു പ്രയോറിറ്റൈസ്. അർജന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം, പക്ഷെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യണം, എപ്പോഴെങ്കിലും ചെയ്താൽ മതി. അർജന്റ് ആണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. സോ ഈ രീതിക്ക് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുവാന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. ബട്ട് പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളൊരു സ്റ്റിക്കി നോട്ട്സോ ഒരു ടു ഡു ലിസ്റ്റോ ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നതായിരിക്കും ഇത്രയും ബെറ്റർ. അല്ലാതെ ഫോണിനെ തന്നെ നമ്മൾ അതിലും ഡിപ്പെൻഡ് ചെയ്യുവാന്നുണ്ടെങ്കിൽ അഗെയിൻ ദിസ് വിൽ ലീഡ് ടു കമ്പൽസീവ് ബിഹേവിയർ. ഇത് നമ്മൾ അറിയുന്നില്ല. കാരണം ഇപ്പൊ നമുക്ക് എല്ലാത്തിനും ആപ്പുകളുണ്ട്. ഇപ്പോൾ ടു ഡു ലിസ്റ്റ് ചെയ്യാൻ ആപ്പ് ഉണ്ട്, വെള്ളം കുടിക്കാൻ റിമൈൻഡേഴ്സ് ആയിട്ട് ആപ്പുകളുണ്ട്. എല്ലാത്തിനും ഇത് ഫെസിലിറ്റീസ് ഒത്തിരി കൂടുതലുണ്ട്. പക്ഷെ എഗെയിൻ ഈ ഫെസിലിറ്റീസ് എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഫോൺ അഥവാ സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. തന്നെയുമല്ല, നമ്മൾ ഇതിൽ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ മറന്നു പോകുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മുടെ ടാലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇഫ് ഐ സ്പെൻഡ് 1 hour ഇൻ സോഷ്യൽ മീഡിയ, എനിക്ക് പേഴ്സണലി ഗെയിൻ ഒന്നും ഇല്ല അതിനകത്ത്. ആരോ ചെയ്ത അല്ലെങ്കിൽ ആരുടെ ക്രിയേറ്റിവിറ്റി ഞാൻ ജസ്റ്റ് കണ്ട് ആസ്വദിക്കുന്നു. പക്ഷേ ഞാൻ ആ സമയം എൻ്റെ തന്നെ പേഴ്സണൽ ഗ്രോത്തിന് ഇൻവെസ്റ്റ് ചെയ്യുവാന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. എൻ്റെ ടാലൻറ്റ് ഇമ്പ്രൂവ് ആവാൻ, അതുവഴി എനിക്ക് മോർ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് എനിക്ക് സാധിക്കും. ആൻഡ് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ 2 hours ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഒരു ഫ്ലോയിൽ അവരെന്ത് ചെയ്യും, ഈ ഒരു റീൽസിലേക്ക് അങ്ങോട്ട് ഇരിക്കും. അത് കഴിഞ്ഞ് ഈ ആഫ്റ്റർ 2 hours ദേ റിഗ്രറ്റ്, 2 hours വെറുതെ പോയി. എന്തുകൊണ്ട് നമ്മളിത് ആദ്യമേ ചിന്തിക്കുന്നില്ല? അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രെയിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണത്. കാരണം ഈ ആദ്യം വരുന്ന ഈ റീൽസിനെല്ലാം എന്ന് പറയുന്നത് 30 seconds അല്ലെങ്കിൽ മാക്സിമം ഒരു 1 minute ഉള്ളൂ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും ഡ്യൂറേഷനിലുള്ളൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് പ്ലഷർ. ഇങ്ങനൊരു സംഭവം ഇത്ര സെക്കൻഡിൽ ഇത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേ. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? നമ്മുടെ ബ്രെയിൻ ഒരു പ്ലഷർ കിട്ടിക്കൊണ്ടിരിക്കുക, നമ്മൾ നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. പക്ഷെ ആ പ്ലഷർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കതിൽ ഇമ്പ്രൂവ് ആവാനൊന്നുമില്ല, നമുക്ക് ഗ്രോത്ത് ഒന്നുമില്ല. നേരെ മറിച്ച് നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈം അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന നമുക്ക് ഇപ്പൊ ഈ നമ്മുടെ ഈ 1 ഡേയിൽ 24 hours തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്, ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പീരീഡ് ഉണ്ട്, അതുപോലെ ഒരു ലേസി ആ ഒരു പീരീഡ് ഉണ്ട്. മേ ബി ഇങ്ങനത്തെ ഫാക്ടേഴ്സ് എല്ലാം സംഭവിക്കുന്നത് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പീരീഡിലായിരിക്കും. കാരണം നമ്മൾ ചെയ്യേണ്ട പല ജോലികളും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു സോഷ്യൽ മീഡിയ വരുമ്പോഴാണ്. നേരെ മറിച്ച് ഈ ഒരു പീരീഡ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇപ്പം നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്
ഈ നമ്മൾ ലേസി ആയിട്ടുള്ള പീരീഡിലായിരിക്കും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. സോ മെജോറിറ്റി കുട്ടികളുടെ പ്രശ്നം ഇതാണ്. അവരെന്നോട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് പറയാറുണ്ട്, മാം ഇത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരുന്നു പോകും. സോ പ്രയോറിറ്റൈസ് ചെയ്യുക, നോ യുവർ ടാലൻറ്റ്, അതിനെ നമ്മൾ പൊട്ടൻഷ്യലി എങ്ങനെ ഫോസ്റ്റർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നോക്കുക. ആൻഡ് വൺ മോർ തിങ്, ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ അവോയ്ഡൻസിനെ കുറിച്ച്. ഈ സോഷ്യൽ അവോയ്ഡൻസ് എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതായത് ഹ്യൂമൻ ബീങ്സ് എല്ലാം സോഷ്യൽ ആനിമൽസ് ആണ്. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കപ്പെടാനും നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഹ്യൂമൻ ബീങ്സ്. സോ ഒരു ഇൻട്രാക്ഷൻ, സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് തന്നെ നമ്മൾ അതിൽ കൊണ്ടുവരണം. അതായത് നമ്മുടെ തന്നെ എങ്ങനെ മറ്റുള്ളവരായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലവ് റിലേഷൻ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല, ഫ്രണ്ട്സ് ആയിട്ടുള്ള പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ഫാദർ ചൈൽഡ് ബോണ്ട് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പിൽ ഫീമെയിൽ മെയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. സോ പല രീതിക്കുള്ള ഗ്രൂപ്പ്സുകളുണ്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ്. അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് എങ്ങനെ, നമ്മുടെ വീക്ക്നെസ് എന്താണ്, അത് നമുക്ക് നമ്മുടെ ഒരു മെൻറ്ററായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ അവോയ്ഡൻസ് ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. ഈ സോഷ്യൽ അവോയ്ഡൻസ് കുറയണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനും ഒപ്പം ഈ കമ്പൾസറി ബിഹേവിയർ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് ഇതെല്ലാം, ഈ ഓരോ ട്രെൻഡ് എന്ന് പറയുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡേയ്സിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ഡിസ്ട്രസ്. അതായത് ഒരു റീൽ ഇറങ്ങി, ഓ നെക്സ്റ്റ് വന്നോ, അത് ഞാൻ ചെയ്തില്ലല്ലോ, സോ ഞാൻ എന്തുകൊണ്ട് ചെയ്യാൻ ടൈം എടുക്കുന്നു, എനിക്ക് വേറെ പ്രയോറിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഇവിടെയും എൻ്റെ ആകെ പ്രശ്നം വരുന്നു. ദാറ്റ് വിൽ ലീഡ് ടു ഡിസ്ട്രസ്. നമുക്ക് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ അത് അഫക്റ്റ് ചെയ്യാം, നമ്മുടെ ഓവറോൾ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യാം. ഈവൻ ഇപ്പോൾ ഇതൊരു മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് ചെയ്യുന്നതെങ്കിൽ മറൈറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ട് അതൊരു കാരണമാകുന്നുണ്ട്. സോ ഇനി വരുന്ന ആളുകളിൽ ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, സോഷ്യൽ അവോയ്ഡൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആൻഡ് ഈവൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഇല്ലെങ്കിൽ പോലും നമ്മളും ഈ കമ്പൾസറി ബിഹേവിയറിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നത് കൊണ്ട് മാത്രമായില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുവാൻ, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്, മോർ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് നമ്മുടെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ലേറ്റർ നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുവാനും നമ്മുടെ നില ഓർത്ത് റിഗ്രറ്റ് ചെയ്യാനും നമുക്ക് ഇടയാവരുത്. ഓക്കെ, ഇത്രയും പറഞ്ഞ് എൻ്റെ ചെറിയ ടോക്കിൽ നിന്ന് നിർത്തുന്നു. താങ്ക് യു.